Hello students, am I clearly audible? Visible ആണോ? Yes, visible ആണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാവോ? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ലിങ്ക് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ലിങ്ക് ഷെയർ ചെയ്യുക. ഞാനും ഒരു റിമൈൻഡർ അയക്കാം. Yes. Students, am I clearly audible? പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഒരു മിനിറ്റ്. Yes. Okay. So, hi students. ഞാൻ മിസ് ഗോപിക, നിങ്ങളുടെ ബയോളജി എഡ്യൂക്കേറ്റർ. വെൽക്കം ടു Unacademy നീറ്റ് മലയാളം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നിങ്ങളുടെ C3 സൈക്കിളും C4 സൈക്കിളും. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഫോട്ടോ സിസ്റ്റംസ് എന്താണ്, ഇലക്ട്രോൺസ് എങ്ങനെയാണ് മൂവ് ആവുന്നത്, ഇലക്ട്രോൺസ് മൂവ് ആയി കഴിഞ്ഞാൽ അവരെവിടെയാണ് എത്തുന്നത്, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഓക്കെ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് C3 ആൻഡ് C4 സൈക്കിൾ. എന്താണ് ഈ C3 ആൻഡ് C4 സൈക്കിൾ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് പഠിച്ചു, എന്ന് വെച്ചാൽ വിത്ത് ദ ലൈറ്റ് റിയാക്ഷൻസ് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാർക്ക് റിയാക്ഷൻസ് ആണ്. അവരെങ്ങനെയാണ്, ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്, പിന്നെ എത്ര ATPs വേണം, എത്ര NADPs വേണം, ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ഇന്ന് നമ്മൾ പഠിക്കുക കേട്ടോ. ഇത് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. സോ എല്ലാവരും നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കേൾക്കണം. ബിക്കോസ് നിങ്ങൾക്ക് ഈ C3 C4 സൈക്കിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് ചാപ്റ്റർ ആവത്തില്ല. പക്ഷേ എല്ലാ പാട്ടും കാണണം കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2 പാർട്ട് 3യും കൂടെ കാണണം. എന്നാൽ മാത്രമേ ഇത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, പിന്നെ അതിന് മുന്നേ എനിക്ക് പറയാനുള്ള എല്ലായിടത്തും ഒരു കാര്യമാണ്, ഞാൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. സോ ഞാൻ ഇതിൻ്റെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലിവിങ് വേൾഡ്, ലിവിങ് വേൾഡിൻ്റെ MCQs മലയാളത്തിൽ, MCQs ദ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മലയാളമായിരിക്കും. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലിവിങ് വേൾഡിൻ്റെ MCQ, ദാറ്റ് ഈസ് MCQ ആൻഡ് PYQ സെഷനുമായിട്ട് നാളെ അറ്റ് 4 PM ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നതായിരിക്കും കേട്ടോ. ക്ലിയർ ആണല്ലോ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലിവിങ് വേൾഡിൻ്റെ PYQസുമായിട്ട് ഞാൻ നാളെ 4 മണിക്ക് സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്നതായിരിക്കും. എല്ലാവരും വരണം, കാരണം പോൾസ് ഉണ്ടാവും. നിങ്ങൾ പോൾസ് ആൻസർ ചെയ്യണം. പോൾസ് ആൻസർ ചെയ്തതിന് ലീഡർ ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ലീഡർ ബോർഡിൽ നിങ്ങളുടെ പേര് കാണാൻ പറ്റും കേട്ടോ. സോ മറക്കാതെ എല്ലാവരും ജോയിൻ ചെയ്യണം നാളെ 4 മണിക്ക്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. സോ C3 സൈക്കിൾ. സോ സ്റ്റുഡൻസ്, ഈ പേര് C3 സൈക്കിളിന് വേറൊരു പേരുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് Calvin cycle. Okay, Calvin cycle. This is because ഈ പേര് വന്നേക്കുന്ന കാര്യം, ഈ കാൽവിൻ സൈക്കിളിന് പേര് വന്നേക്കുന്ന കാര്യം ബിക്കോസ് ഓഫ് ദ സയൻറ്റിസ്റ്റ്. ബിക്കോസ് ഓഫ് ദ സയൻറ്റിസ്റ്റ്. ഓക്കെ, പിന്നെ C3 സൈക്കിൾ, കാൽവിൻ സൈക്കിൾ ഓക്കെ മാം മനസ്സിലായി, ബിക്കോസ് ഓഫ് ദ സയൻറ്റിസ്റ്റ്. ബട്ട് വൈ ഇസ് ഇറ്റ് കോൾഡ് C3 സൈക്കിൾ? ഇറ്റ് ഈസ് കോൾഡ് C3 സൈക്കിൾ ബിക്കോസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ കാർബൺ കോമ്പൗണ്ട്, എന്ന് വെച്ചാൽ ആദ്യമായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട് ഈ ഒരു റിയാക്ഷനിൽ ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേബിൾ 3 കാർബൺ കോമ്പൗണ്ട് ഈ C3 സൈക്കിളിൽ ഫോം ആയതുകൊണ്ടാണ് ഇതിനെ നമ്മൾ C3 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കാൽവിൻ സൈക്കിൾ എന്ന പേര് വന്നതിൻ്റെ കാര്യം ബിക്കോസ് ഓഫ് ദ സയൻറ്റിസ്റ്റ്, ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് C3 സൈക്കിൾ ബിക്കോസ് ദ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഈസ് എ 3 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, 3 കാർബൺ കോമ്പൗണ്ട്. ഷുവർ, ഞാൻ ചെയ്യാം കേട്ടോ. ബയോമോളിക്യൂൾസും പ്രിൻസിപ്പൽസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളെ ആരെയും ഞാൻ റെഗുലറായിട്ട് ഈ ക്ലാസ്സിലൊന്നും കാണുന്നില്ല. സോ ഐ എം റിയലി ഡിസപ്പോയിൻറ്റഡ്, ബിക്കോസ് ഞാൻ ഭയങ്കര കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ആരെയും ഞാൻ ഡെയിലി ബേസിസിൽ ക്ലാസ്സിൽ കാണാറില്ല, നിങ്ങളുടെ ജോഷ് കാണാറില്ല, ഒന്നുമില്ല. സോ യു പീപ്പിൾ ഓൾസോ ഷുഡ് ബി മോർ കൺസിസ്റ്റൻറ്റ്, അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആവും നമുക്ക് ക്രാക്ക് ചെയ്യാൻ. സോ
I will do, ഞാൻ എല്ലാ റെക്കമെൻഡേഷൻസും എടുത്തിട്ടുണ്ട്, വൺ ബൈ വൺ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, സോ C3 cycle is a 3 carbon compound. ഫസ്റ്റ് stable component is a 3 carbon compound. ഓക്കെ, ഞാനിവിടെ എഴുതാണ്, ഇത് നിങ്ങളുടെ നോട്ട്സ്. ഇന്നലെ ഞാൻ ആനിമൽ കിങ്ഡം ഷെയർ ചെയ്തിട്ടുണ്ട് ടെലിഗ്രാമിൽ. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ആനിമൽ കിങ്ഡമിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഹൗ ടു റിമെമ്പർ ട്രിക്സ് എല്ലാം ഉണ്ട് ആ നോട്ട്സിൽ. ആ നോട്ട്സ് പഠിച്ചാൽ മതി, യുൽ ബി ഗുഡ് ടു ഗോ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. പിന്നെ ഈ C3 സൈക്കിളിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് അവരെന്താ വിചാരിച്ചതെന്നറിയോ? സോ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ആണോ അല്ലേ? ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുവാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. സോ വെൻ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വന്നപ്പോൾ ഇവർ വിചാരിച്ചു ഓക്കെ 1 കാർബൺ കോമ്പൗണ്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളത് ആരായിരിക്കും? 2 carbon compound ആയിരിക്കും. So first they thought that a carbon dioxide from the atmosphere will be accepted by a 2 carbon compound. Okay, അതായിരുന്നു ആദ്യമായിട്ട് എല്ലാ സയൻറ്റിസ്റ്റും വിചാരിച്ചത്. ഒരു കാർബൺ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അത് that was completely wrong. What they thought was completely wrong. പിന്നെ അവർ കണ്ടുപിടിച്ചത് എന്താണെന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ the first acceptor of carbon dioxide is a 5 carbon compound and it is called as RUBP. എന്താ വിളിക്കുന്നത് ഇതിനെ? RUBP. ഓക്കെ, ദാറ്റ് ഇസ് റുബിലോസ് ബൈഫോസ്ഫേറ്റ്. ഓക്കെ, റുബിലോസ് ബൈഫോസ്ഫേറ്റ് ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്കെ, ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. സോ ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, വെരി ഗുഡ്. RUBP. സോ RUBP ആണ് ഫസ്റ്റ്. സോ RUBPയുടെ കൂടെ വേറൊരാളും കൊണ്ടുണ്ട്, ദാറ്റ് ഈസ് എൻസൈം. ഒരു എൻസൈമും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് റുബിസ്കോ. ഓക്കെ, റുബിസ്കോ ആണ് ഈ എൻസൈം വിച്ച് വിൽ ഹെൽപ്പ് RUBP ടു അക്സെപ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. അപ്പോൾ റുബിസ്കോനെ പറ്റി പറയുവാണെങ്കിൽ റുബിസ്കോൻ്റെ ഫുൾ ഫോം റുബിലോസ് ബൈഫോസ്ഫേറ്റ് ഓക്സിജനേസ് ആൻഡ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നാണ്. സോ ഞാൻ എന്താ പറഞ്ഞത്? കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്. സോ ഇതിൻ്റെ പേര് കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്. വൈ ഇസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ദാറ്റ് ഇസ് ബിക്കോസ് ഈ റുബിസ്കോയിന് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതേപോലെ ഓക്സിജൻ ആഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് മോർ അഫിനിറ്റി കാർബോക്സിലേസ് ആയിട്ടാണ്. ലൈക്ക് എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിനോടാണ് മോർ അഫിനിറ്റി. പക്ഷേ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ ഏതാ സിറ്റുവേഷൻ? ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് വെരി വെരി ഹൈ. ഓക്കെ, ടെമ്പറേച്ചർ ഇസ് വെരി വെരി ഹൈ, അല്ലെങ്കിൽ ഓക്സിജൻ കൂടുതലാണെങ്കിൽ, ഈ രണ്ട് സിറ്റുവേഷനിലും ഈ റുബിസ്കോ ഒരു ഓക്സിജനേസ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, വാട്ട് വിൽ ഇറ്റ് ബിഹേവ് ആസ്? ആൻ ഓക്സിജനേസ്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ എന്ന് നമുക്കിപ്പോൾ മനസ്സിലായത് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ആ 5 കാർബൺ കോമ്പൗണ്ടിനെ നമ്മൾ RUBP എന്ന് വിളിക്കും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എൻസൈം ഉണ്ട്, റുബിസ്കോ കെൻ ആക്ട് ബോത്ത് ആസ് എ കാർബോക്സിലേസ് ആൻഡ് ഓക്സിജനേസ്. കാർബോക്സിലേസിനോടാണ് മോർ ഇൻഫിനിറ്റി, പക്ഷേ ഓക്സിജനേസ് ആയിട്ടും ബിഹേവ് ചെയ്യാൻ പറ്റും വെൻ ദ ടെമ്പറേച്ചർ ഇസ് ഹൈ ഓർ വെൻ ദ ഓക്സിജൻ ലെവൽ ഇസ് ഹൈ. ക്ലിയർ എല്ലാവർക്കും മനസ്സിലായോ ഇത്രയും? യെസ് ഓർ നോ? ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ പഠിക്കേണ്ട ഇവിടെ എഴുതാം. സോ നമ്മുടെ C3 സൈക്കിൾ, ഓക്കെ, C3 സൈക്കിൾ ഹാപ്പൻസ് മെയിൻലി ബിക്കോസ് ഓഫ് 3 സ്റ്റെപ്സ്. ഓക്കെ, 3 സ്റ്റെപ്സാണ് C3 സൈക്കിളിൽ നടക്കുന്നത്. സോ C3 സൈക്കിളിൽ ആദ്യം നടക്കുന്ന സ്റ്റെപ്പാണ് നിങ്ങളുടെ കാർബോക്സിലേഷൻ. ഓക്കെ, രണ്ടാമത് നടക്കുന്ന സ്റ്റെപ്പാണ് റിഡക്ഷൻ. മൂന്നാമത് നടക്കുന്ന സ്റ്റെപ്പാണ് റീജനറേഷൻ. സോ സ്റ്റുഡൻസ്, ഈ 3 സ്റ്റെപ്പും, ഈ എല്ലാ സ്റ്റെപ്പും ഫൈനലി എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ഗ്ലൂക്കോസ് ഫോർമേഷനിൽ അല്ലേ? സോ യെസ്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഓക്കെ, വെരി ഗുഡ്. സോ ഈ 3 സ്റ്റെപ്പിൽ എല്ലാം വാട്ട് ഇസ് എ ഫൈനൽ പ്രോഡക്റ്റ്? നമുക്ക് ഗ്ലൂക്കോസ് ആണ് വേണ്ടത്. സോ ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു C3യുടെ ഒരു ഡെമോ പോലെ ഒരു സ്മോൾ പോർഷൻ തരാം, അത് മാത്രം നിങ്ങൾ എഴുതി വെക്കുക. സോ കാർബൺ ഡൈ ഓക്സൈഡ് വരും അല്ലേ? ദാറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു PGA. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് വിച്ച് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, ഈ PGA കൺവേർട്ടായി PGAL അല്ലെങ്കിൽ G3P. ഓക്കെ, G3P
ആയിട്ട് കൺവേർട്ട് ആവും. ഈ PgALും G3Pയും ഫൈനലി നമ്മുടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോസസ്സ്. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ആയി PgA ആവും. ഇതാണ് ഫസ്റ്റ് സ്റ്റേബിൾ 3 കാർബൺ കോമ്പൗണ്ട്. അവിടെ നിന്ന് ആൽഡിഹൈഡ് ആവും. അപ്പോൾ PgAL എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പോലെ G3P എന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. ഫൈനലി ഗ്ലൂക്കോസ് ഫോർമേഷൻ ആവും. ഓക്കെ, സോ നമ്മുടെ കാൽവിൻ സൈക്കിൾ നടക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ RUBP ഇല്ലേ, RUBP. സോ RUBP എല്ലാ സൈക്കിളിലും RUBP will be able to accept only 1 carbon dioxide at one time. സോ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എത്ര വട്ടം how many cycles should be formed to get a 6 carbon glucose? അല്ലേ, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഫോർമുല എന്താ? C6H12O6. സോ നമുക്ക് 6 കാർബൺ വേണം. അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വെരി ഗുഡ് വെരി ഗുഡ് 6 ടൈംസ് ഈ സൈക്കിൾ പോകണം അല്ലേ. 6 ടൈംസ് ഈ സൈക്കിൾ, ഈ കാൽവിൻ സൈക്കിൾ 6 ടൈംസ് നടന്നാൽ മാത്രമേ നമുക്ക് ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടത്തുള്ളൂ അല്ലേ. ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് കാൽവിൻ സൈക്കിൾ 6 ടൈംസ് നടക്കണം. ഓക്കെ, ഇതാണ് ഒരു പ്രോബ്ലം. RUBPക്ക് ഒരു സമയത്ത് ഒറ്റ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ അണ്ടർസ്റ്റാൻഡിങ്. ഇതാണ് സൈക്കിൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈക്കിൾ ഒന്ന് ഇത് എഴുതി വെക്കാം. ഓക്കെ, അത് ഞാൻ എറേസ് ചെയ്തേക്കാം. യെസ്, സോ സ്റ്റുഡൻസ്, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷനാണ്. പക്ഷേ അവർക്ക് ലൈറ്റിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്ത ATP NADP എല്ലാം ഇവർക്ക് വേണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, എത്ര ATP എത്ര NADP ആണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ C3 സൈക്കിളിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമ്മൾ പതിയെ ഇതിൻ്റെ ATP NADP ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിയർ. ഓക്കെ, സോ ഈ 3 സ്റ്റെപ്പിൽ നമുക്ക് ഒരു സ്റ്റെപ്പായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നിങ്ങളുടെ കാർബോക്സിലേഷനാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ C3യുടെയും C4 സൈക്കിളിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ നിങ്ങളുടെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ C3 സൈക്കിളിൽ നമ്മുടെ ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തുവാ 3 സ്റ്റേബിൾ അല്ലേ. ഫസ്റ്റ് കാർബൺ ഇസ് 3 കാർബൺ സ്റ്റേബിൾ കോമ്പൗണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിനെ C3 പാത്വേ എന്ന് വിളിക്കുന്നത്. പക്ഷേ C4ൽ എന്താ സംഭവിക്കുന്നത്? 4 കാർബൺ കോമ്പൗണ്ട് ആണ് ഫസ്റ്റ് സ്റ്റേബിൾ കാർബൺ കോമ്പൗണ്ട്. ഓക്കെ, അത് നമ്മുടെ വേറെ ആരുമില്ല, ഓക്സാലോ അസറ്റിക് ആസിഡ് ഓർ OAA. സോ ആ സൈക്കിളിനെ നമ്മൾ വിളിക്കുന്നത് C4 സൈക്കിൾ. ഇതാണ് മേജർ ഡിഫറൻസ്. ഞാൻ എന്താ പറഞ്ഞത്? വാട്ട് ഇസ് ദ മേജർ ഡിഫറൻസ്? C3 സൈക്കിളിൽ ആദ്യത്തേത് C3 ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട് ആൻഡ് C4 is a 4 carbon compound. Okay, 4 carbon compound. ഇതാണ് മേജർ ഡിഫറൻസ്. പിന്നെയും കുറേ ഡിഫറൻസസ് ഉണ്ട്, അത് നമുക്ക് പതിയെ പഠിക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം എന്താ അവർ പറയുന്നത്. കാർബോക്സിലേഷൻ ഇസ് ദ ഫിക്സേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഓഫ് യുവർ C3 സൈക്കിൾ. ഓക്കെ, ബിക്കോസ് കാർബോക്സിലേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ ഗ്ലൂക്കോസ് ഫോർമേഷൻ ഉണ്ടാവില്ല, നമുക്ക് എനർജിയും കിട്ടത്തില്ല. സോ ഇഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നോട്ട് അക്സെപ്റ്റഡ് ആൻഡ് ദ പ്രൊസീജിയർ ഇസ് നോട്ട് കണ്ടിന്യൂഡ്, there is no formation of glucose. So fixation of carbon dioxide into a stable organic intermediate, carboxylation is the most crucial step of Calvin cycle. Okay, and where carbon dioxide is utilized for carboxylation of RUBP. Okay, this reaction is catalyzed by an enzyme called RUBP carboxylase. RUBP carboxylase മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആക്ച്വലി പറഞ്ഞാൽ ഇത് RUBP carboxylase plus oxygenase ആണ് കേട്ടോ. This formation of a 2 molecules of 3 PgA. ഓക്കെ, നമുക്ക് റിയാക്ഷൻ നോക്കാം ആദ്യമേ. സോ കാർബൺ ഡൈ ഓക്സൈഡ് വരും അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് വരും, അക്സെപ്റ്റ് ആവും. ആര് അക്സെപ്റ്റ് ചെയ്യും? നമുക്കിവിടെ RUBP എഴുതാം. ഓക്കെ, RUBP വിത്ത് ദ ഹെൽപ്പ് ഓഫ് റുബിസ്കോ അല്ലേ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റുബിസ്കോ അക്സെപ്റ്റ് ആയി എന്ത് ഫോം ആവും? നമ്മുടെ PgA ഫോം ആവും. Okay, PgA, that is phosphoglycer. In this പറഞ്ഞ എല്ലാവരും സോറി ഉണ്ണി, ആക്ച്വലി ഈ വീഡിയോ അന്ന് തന്നെ വരേണ്ടതായിരുന്നു, പക്ഷേ ബിക്കോസ് ഓഫ് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇത് മാറിക്കൊണ്ടേയിരുന്നു കേട്ടോ.
സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഡേറ്റ് മാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു, എനിക്ക് മനസ്സിലായി. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഇന്ന് ഫൈനലി ഇത് പോകണം. കാരണം മോർഫോളജി ഞാൻ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞായിരുന്നു, പിന്നെ എനിക്കിത് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം അതൊരു 2 hours വീഡിയോ ആയിരുന്നു അല്ലേ. അപ്പോൾ സോ ദാറ്റ്സ് വൈ ഐ വാസ് ലൈക്ക് ഓക്കെ ടുഡേ ഐ വിൽ ഡു ദിസ്. ഓക്കെ, സോ സ്റ്റുഡൻസ് നമ്മുടെ PGA ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഈ PGA ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. എത്ര മോളിക്യൂൾസ് അവർ ഫോം ചെയ്യുന്നത്? 2 molecules. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ 3 കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇമാജിൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് 3 കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ RUBP അക്സെപ്റ്റ് ചെയ്തു. സോ എത്ര RUBP വേണം? 3 കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര RUBP വേണം? എല്ലാവരും പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, കറക്റ്റായിട്ട് ആലോചിച്ചേ. 3 കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര RUBP വേണം? 1 കാർബൺ ഡൈ ഓക്സൈഡിന് 1 RUBP. അപ്പോൾ 3 എണ്ണത്തിന് പെട്ടെന്ന് 2 അല്ല ആൻസർ, 2 അല്ല, പെട്ടെന്നൊന്ന് പറഞ്ഞേ. വെരി ഗുഡ് കാശി, 3 RUBP അല്ലേ, 3 RUBP. ഓക്കെ, സോ 3 കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 3 RUBP വേണം കേട്ടോ. ബാക്കിയുള്ളൊരു ആൻസർ ചെയ്ത് വെരി ഗുഡ്. ഓക്കെ, 3 കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 3 RUBP. ഞാൻ എന്തുകൊണ്ടാണ് ഈ 3 നമ്പർ എടുത്തത് നിങ്ങളുടെ അടുത്ത് പിന്നെ പറയാം, പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി പോകാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ PGA ഇവരെത്രയാണ് പറഞ്ഞത്? 1 കാർബൺ ഡൈ ഓക്സൈഡിന് 2 molecule ഓഫ് PGA. അപ്പോൾ 3 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് എത്ര molecules ഓഫ് PGA ആണ്? നിങ്ങൾ വിചാരിക്കും മാം എന്തിനാ ഇത്രയും മാത്സ് ചോദിക്കുന്നതെന്ന് അല്ലേ, പക്ഷേ ഇതിൽ കുറച്ച് നമ്പറിങ് ഉണ്ട് സ്റ്റുഡൻസ്. എന്താ ഞാൻ പറഞ്ഞേ? 1 കാർബൺ ഡൈ ഓക്സൈഡിന് 2 PGA molecule ഫോം ആവുമെങ്കിൽ 3 കാർബൺ ഡൈ ഓക്സൈഡിന് എത്ര PGA ആണ്? എത്ര PGA ആണ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് അറിയാം ആൻസർ. ഞാൻ എഴുതണോ അതോ നിങ്ങൾ പറയുമോ? പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാം. വെരി ഗുഡ്. ഓക്കെ, യെസ്. ഓക്കെ, റെസ്പിറേഷൻ. നിങ്ങൾ എൻ്റെ അടുത്ത് ഇത്രയും ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ബയോമോളിക്യൂൾസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഹെറിറ്റൻസ്, റെസ്പിറേഷൻ. അവസാനം എൻ്റെ റെസ്പിറേഷൻ നിന്ന് പോവും. സോ അതുകൊണ്ട് സ്റ്റുഡൻസ് പതിയെ പറയുക കേട്ടോ. ഞാൻ പിന്നെ ബയോമോളിക്യൂൾസ് ഒക്കെ ഞാൻ നോക്കട്ടെ, മാക്സിമം സ്പെഷ്യൽ ക്ലാസ്സിലും കൂടെ എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ ആ ഒരു സ്പെഷ്യൽ ക്ലാസ്സുമായിട്ട് യൂസ് ടു ആയിട്ടില്ല. പക്ഷേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ മോസ്റ്റ് ഓഫ് ദ ബയോമോളിക്യൂൾസ് ചാപ്റ്ററൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, 1 shot ചെയ്തിട്ടുണ്ട്, MCQs ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് എല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലിവിങ് വേൾഡ് ഞാൻ സ്പെഷ്യൽ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ MCQ PYQ എന്ന് വെച്ചാൽ പാസ്റ്റ് ഇയർ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഞാൻ നാളെ 4 മണിക്ക് സ്പെഷ്യൽ ക്ലാസ്സിലൊരു ലൈവ് പോകുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ് മറക്കല്ല കേട്ടോ ജോയിൻ ചെയ്യാൻ. എല്ലാം കൂടെ ഒരുമിച്ചെടുക്കാം, നോ പ്രോബ്ലം അല്ലേ. ഫോട്ടോസിന്തസിൻ്റെ കൂടെ റെസ്പിറേഷനും എടുക്കാം. ഓക്കെ, സോ 6 molecules അല്ലേ, 6 molecules ഓഫ് PGA. സോ ഒരു PGAയിൽ നമുക്ക് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പം ഞാനിവിടെ കാർബൻ്റെ നമ്പറും കൂടെ എഴുതി പോവാം കേട്ടോ. സോ 6 × 3 is 18 കാർബൺ കോമ്പൗണ്ട് ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ PGA ഫോമേഷനായി. PGA ഫോമായി കഴിയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോമോ. സ്റ്റുഡൻസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്ന് വെച്ചാൽ എന്തായി? ഫോസ്ഫോറൈലേഷൻ നടന്നു അല്ലേ, ഫോസ്ഫോറൈലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഹിയർ ഫോസ്ഫോറൈലേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഫോസ്ഫേറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരാൾ വേണം. ആരാ നമുക്ക് ഫോസ്ഫേറ്റ് സപ്ലൈ ചെയ്യുന്നത്? ATP അല്ലേ, ATP അല്ലേ നമുക്ക് ഫോസ്ഫേറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ATP എന്ന് എഴുതാൻ പോട്ടോ. ഈ ആരോയിൽ ഇത് കുറച്ച് ചെറുതായിട്ട് എഴുതാം, പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, യെസ്. ഇനി നമുക്ക് ATP എഴുതാം. സോ എത്ര ATP വേണ്ടി വരും സ്റ്റുഡൻസ്? ഇവിടെ 6 molecules ഓഫ് PGA ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയും 6 molecules ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് താഴെ എഴുതാം കേട്ടോ, ഇവിടെ എഴുതാം കേട്ടോ. 6 molecules. ഓക്കെ, അപ്പോൾ നമുക്ക് ATP എത്ര എണ്ണം വേണം? 6 വേണോ 3 വേണോ? 6 വേണോ 3 വേണോ? ഇല്ല മിസ്അണ്ടർസ്റ്റാൻഡ് ഒന്നും ചെയ്തില്ല, ഞാൻ എടുത്തോളാം കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, യു ആർ ഓൾ മൈ കിഡ്സ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല കേട്ടോ, ഞാൻ എടുത്തോളാം കേട്ടോ. ഇതിൻ്റെ റെസ്പിറേഷൻ എടുക്കാം. കുറച്ച് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, പക്ഷേ വി വിൽ ഡു ഇറ്റ്. ചാനൽ തുടങ്ങിയല്ലേ ഉള്ളൂ, അപ്പോൾ
കെമിസ്ട്രിയും ഫിസിക്സ് മാമും കൂടെ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ശരിയായി വരും. ഇപ്പോൾ എൻ്റെ ക്ലാസ്സസ് കൂടുതലല്ലേ. യെസ്, വെരി ഗുഡ്. ATP വിൽ ഫോം ADP. വെരി വെരി ഗുഡ്. ഓക്കെ, സോ ADP അല്ലേ, ATP സ്പ്ലിറ്റായി ADP പ്ലസ് PI വരും അല്ലേ, നമ്മുടെ ഇൻഓർഗാനിക് ഫോസ്ഫേറ്റ്. ഈ ഫോസ്ഫേറ്റ് ഹെൽപ്പ് ചെയ്യും ഈ ഫോസ്ഫോറൈലേഷൻ സംഭവിക്കാൻ. സോ 1,3-ഡൈഫോസ്ഫോഗ്ലിസറൈഡ്. കാർബോക്സിലേഷൻ മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഓക്കെ, സോ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 6 മോളിക്യൂൾസ് ഉണ്ടാവും കേട്ടോ. 6 മോളിക്യൂൾസ് ഉണ്ടാവും. 6 ATP സ്പ്ലിറ്റായി നമുക്ക് 6 PIയും 6 ADPയും കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്നൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടാവും. ഓക്കെ, അത് കാരണം ഈ ഒരു കാൽക്കുലേഷൻ പിന്നെ ഫ്രാക്ഷനിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്കറിയാലോ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത്രയും മാത്സ് എനിക്കറിയാമെങ്കിൽ ഞാൻ മാത്സ് ടീച്ചറായനെ. സോ ഇവിടെ ഫ്രാക്ഷൻസ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഈസി ഒരു മെത്തേഡ് നമ്മൾ എല്ലാം ടു ജസ്റ്റ് മേക്ക് ഇറ്റ് ഈസി വി ഹാവ് സ്റ്റാർട്ടഡ് യൂസിങ് 3 കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ 3 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 RUBP ഉണ്ട്. ഇതൊരു 5 കാർബൺ കോമ്പൗണ്ട് ആണ് കേട്ടോ. ഈ 5 കാർബൺ കോമ്പൗണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരു എൻസൈം ഉണ്ട്. എന്താ? റുബിസ്കോ. ഈ ഒരു എൻസൈം ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് 3 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യും. അതാണ് PGA. ഓക്കെ, അപ്പോൾ ഒരു കാർബണിന് 2 PGA ഫോം ആവുന്നെങ്കിൽ 3 കാർബൺ എത്രയാവും? 6 PGA അല്ലേ. അപ്പോൾ 6 PGA ഫോം ആയി. 6 PGA പിന്നെ 1,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, കാരണം ഇത് വലിയ എന്താ പറയുക, ഇതിന് അധികം നേരം ഇങ്ങനെ 6 ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ PGA ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതൊരു എക്സാമ്പിൾ മാത്രം കേട്ടോ. ഇതിനൊരു കോമ്പൗണ്ട് ആയിരിക്കും. ഇത് അധികം നേരം ഒരുമിച്ചിരിക്കത്തില്ല. സോ ഇതിങ്ങനെ ബ്രേക്കായി 1,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് സ്പ്ലിറ്റായി, ഇത് 2 സ്പ്ലിറ്റായി അങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ ഫോസ്ഫോറൈലേഷൻ നടക്കണമെങ്കിൽ നമുക്ക് ഫോസ്ഫേറ്റ് വേണം അല്ലേ. അപ്പോൾ ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ നമ്മൾ ATP ഉപയോഗിക്കും. എവിടെ നിന്നാണ് നമുക്ക് ATP കിട്ടിയാൽ? നമ്മുടെ ലൈറ്റ് റിയാക്ഷനിൽ നിന്ന്. നിങ്ങളുടെ സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ATP അവിടെ ജനറേറ്റ് ആയില്ലായിരുന്നു. അപ്പോൾ ആ ATP ഉപയോഗിച്ച് നമ്മളിതിനെ ഫോസ്ഫോറൈലേഷന് ചെയ്ത് 1,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് ആക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാർബോക്സിലേഷൻ സ്റ്റെപ്പ് കംപ്ലീറ്റഡ് അല്ലേ. ഓക്കെ, കംപ്ലീറ്റഡ്. യെസ്, PGA ഇസ് നോട്ട് ഓക്കെ കംപ്ലീറ്റഡ്. PGA സ്റ്റേബിൾ അല്ല, കുറേ നേരം അവർക്ക് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. സോ അവർ സ്പ്ലിറ്റ് ആവും കേട്ടോ. പക്ഷേ അതാണ് ഫസ്റ്റ് 3 കാർബൺ കോമ്പൗണ്ട് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് സ്റ്റേബിൾ 3 കാർബൺ കോമ്പൗണ്ട് നമുക്ക് കിട്ടിയത് PGA ആയിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അത് വേറെ ഒന്നുമല്ല, റിഡക്ഷൻ. ഓക്കെ, റിഡക്ഷൻ. ഇപ്പോൾ റിഡക്ഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ PGA, നമ്മുടെ 1,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ്, ഞാൻ അവിടുത്തെ സ്റ്റെപ്പ് എഴുതുക കേട്ടോ ഇവിടെ, അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. 1,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് കൺവേർട്ടായി. ഓക്കെ, കൺവേർട്ടായി നമുക്കൊരു ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഓക്കെ, എന്ത് ഫോം ചെയ്യും? ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഓക്കെ, ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. ഓക്കെ, ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഫോം ആവും അല്ലേ. അപ്പോൾ ഈ ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് റിഡക്ഷൻ റിയാക്ഷൻ ഉണ്ടാവണം. ഓക്കെ, ബിക്കോസ് നമുക്ക് ആൽഡിഹൈഡ് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ സോ ലുക്ക് ഹിയർ, what are they saying? These are a series of reactions that led to the formation of glucose. The steps involve in utilization of 2 molecules of ATP for phosphorylation and 2 molecules of NADPH for reduction per carbon dioxide fixed. Okay, so ഇവിടെ എന്താ അവർ പറയുന്നത്? ലാസ്റ്റ് നമ്മുടെ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ 6 ATPs യൂസ് ചെയ്തു ബിക്കോസ് വി യൂസ് 3 കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഹിയർ ദേ ആർ ടോക്കിംഗ് അബൌട്ട് 1 കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ ഹിയർ വി നീഡ് 2 NADPH. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 6 മോളിക്യൂൾസ് അല്ലേ. 6 മോളിക്യൂൾസാണ് കിട്ടിയത്. അപ്പോൾ PGAയിലും എത്ര എണ്ണം ഉണ്ടാവും? 6 എണ്ണം ഉണ്ടാവും അല്ലേ. 6 വിൽ ബി ദ നമ്പർ. സോ ഈ 6 ഡൈഫോസ്ഫോഗ്ലിസറൈഡിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് PGAയിലാക്കണമെങ്കിൽ എത്ര NADPH വേണം? വെരി ഗുഡ്, വെരി ഗുഡ്. 6 NADPH വേണോ അല്ലേ? യെസ് ഓർ നോ? യെസ് അല്ലേ, വെരി ഗുഡ്. 6 അല്ലേ, 3 ആണോ? 6 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് 2 NADPH വേണം. ഓക്കെ, ഒരെണ്ണത്തിന് 2 NADPH വേണം. നമ്മൾ എത്ര എണ്ണം എടുത്തു? അപ്പോൾ 6 അല്ലേ. അപ്പോൾ നമ്മൾ NADPH ഇവിടെ എഴുതുവാണ്. കാൽക്കുലേഷൻ നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് NADPHനെ പറ്റി എഴുതാം.
ഓക്കെ. അല്ലേ? കറക്റ്റ് അല്ലേ സ്റ്റുഡൻസ്? കറക്റ്റ്. ഓക്കെ. അബിറ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഞാൻ ആ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. കൺഫ്യൂഷനായി ടെൻസ്ഡ് ആവണ്ട, വി വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. സോ NADP പ്ലസ് H+. ഓക്കെ, കറക്റ്റ് അല്ലേ? അപ്പം നമുക്കിവിടെ ഈ NADP H റെഡ്യൂസ് ആയിട്ട് വേണം നമുക്കിവിടെ ആൽഡിഹൈഡ് ഫോർമേഷൻ നടക്കാൻ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ റിഡക്ഷൻ നടക്കുന്നത്. സോ ഈ ലാസ്റ്റ് ലൈൻ ഒന്ന് നോക്കിക്കേ. The fixation of 6 molecules of carbon dioxide takes 6 turns of cycle and are required for the formation of 1 molecule of glucose. ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. 6 കാൽവിൻ സൈക്കിൾ നടക്കണം ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഫോം ചെയ്യണമെങ്കിൽ. നമുക്കിപ്പോൾ 6 PGAL കിട്ടും കേട്ടോ. ഇത് ഈസി ആയിരുന്നില്ലേ? ഡൈഫോസ്ഫോഗ്ലിസറിൻ നമ്മൾ പ്രീവിയസ് ഇത് കാർബോക്സിലേഷനിൽ ഫോം ചെയ്തു. അതും കൊണ്ട് നമ്മൾ ആൽഡിഹൈഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൽഡിഹൈഡിൽ നമുക്ക് എത്ര എണ്ണം കിട്ടി? 6 PGAL കിട്ടി കേട്ടോ. മറക്കല്ലേ, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് വേണ്ടതാണ്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ എഴുതുവാണ്. 6 PGAL കിട്ടി കേട്ടോ. ഈ 6 PGAൽ 5 PGAL ഇങ്ങോട്ട് പോവും, ബാക്കി 1 PGAL ഇങ്ങോട്ട് പോവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാം എങ്ങോട്ട് പോകുന്ന? ഈ 5 PGAൽ റീജനറേഷൻ ഓഫ് RUBP ചെയ്യാൻ പോകും. So it will go for what? Regeneration of RUBP. Okay, regeneration of RUBP. Clear ആയോ? So 5 PGAL ഈ 6 PGAൽ 5 PGAL റീജനറേഷൻ ഓഫ് RUBP പോകും. കാരണം RUBP റീജനറേറ്റ് ആയില്ലെങ്കിൽ പിന്നെ ഈ കാൽവിൻ സൈക്കിൾ ഫെയിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇത് കണ്ടിന്യൂസ്ലി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കാർബൺ ഡൈ ഓക്സൈഡിനെ, അല്ലെങ്കിൽ ഈ സൈക്കിൾ ഫെയിലാവും. ഓക്കെ, ഈ സൈക്കിൾ ഫെയിലാവും. സോ റീജനറേഷൻ ഓഫ് RUBPക്ക് ഈ 5 PGAൽ പോകും. ഓക്കെ, 5 PGAൽ. സ്റ്റുഡൻസ് മറക്കരുത്, നമ്മൾ 3 കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഫ്രാക്ഷൻസിൽ വന്നേനെ. ഫ്രാക്ഷൻസ് വുഡ് ബി സോ ഡിഫിക്കൾട്ട് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ്. സോ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുമ്പോൾ ഒന്നിൽ 3 കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, അല്ലെങ്കിൽ 2 കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തായിരിക്കും മോസ്റ്റ്ലി പഠിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, റീജനറേഷൻ ഓഫ് RUBP. ഈ 1 PGAലില്ലേ, ഈ 1 PGAൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഈ 1 PGAൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞേ, PGAൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദേർ ഇൻ PGAl? ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? Quickly para students, how many molecules of PGAl അല്ല എത്ര molecules of carbon dioxide ഉണ്ട് PGAl? സി നമ്മൾ നേരത്തെ നോക്കി PGAl 3 കാർബൺ അല്ലേ, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. സോ ഇവിടെ നമുക്ക് 3 കാർബൺ ഉണ്ട്. സോ 3 കാർബണും കൊണ്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ദിസ് ഹോൾ സൈക്കിൾ has to be repeated one more time. When I repeat it, എനിക്ക് 3 കാർബണും കൂടെ കിട്ടും അല്ലേ, ഇനി ഒരു PGAലും കൂടെ കിട്ടും. So I will get 6 carbon to finally form glucose. Clear ആണോ ഈ സ്റ്റെപ്പ്? So what has happened? Regeneration of carbon dioxide acceptor molecule RUBP is a crucial if the cycle is to continue uninterrupted. Okay, the regeneration step requires 1 ATP for phosphorylation to form RUBP. So what are they trying to say? ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ PGAലിനെ നമ്മൾ ഫോസ്ഫോറൈലേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് അണ്ടർഗോ ഫോസ്ഫോറൈലേഷൻ. And for that phosphorylation to happen, okay, നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ ഫോസ്ഫോറൈലേഷൻ നടക്കണമെങ്കിൽ we need around 5 ATPs 6 ATPs ആവശ്യമാണ് നമുക്ക്. അപ്പോൾ അതിൽ 2 നമ്മുടെ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ലോസ്റ്റ് ആവും. The rest of it will be used for this. ഞാൻ അത് സൈക്കിളിൽ പഠിപ്പിച്ചു തരാം, ഡു നോട്ട് വറി. പക്ഷെ മനസ്സിലാക്കുക, ഈ PGAൽ നമുക്ക് RUBP ആക്കണമെങ്കിൽ പിന്നെ ഇതിനെ ഫോസ്ഫോറൈലേഷൻ ചെയ്യണം. ആ ഫോസ്ഫോറൈലേഷൻ നടക്കണമെങ്കിൽ നമുക്ക് 1 ATP. സോ അവർ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചാണ് പറയുന്നത്. സോ 1 കാർബൺ ഡൈ ഓക്സൈഡ് 1 ATP. ഓക്കെ, നമ്മൾ എടുത്തേക്കുന്ന എത്ര? 3 കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ നമുക്കിവിടെ 3 ATPയുടെ ആവശ്യമുണ്ട്. ഓക്കെ, 3 ATPയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാനിപ്പോൾ സൈക്കിൾ വെച്ച് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം.
സോ എന്താണ് ഈ സൈക്കിൾ നടക്കുന്നത്? ഓക്കെ, എന്താ ഫൈക്കോഫൈറ്റിൻ ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തിനാണ് ഉണ്ണി, വാട്ട് ഈസ് ദ ഡൗട്ട്? എക്സാക്ട്ലി ജസ്റ്റ് ഫൈക്കോഫൈറ്റിനെ പറ്റിയാണോ അതോ വേറെ എന്തെങ്കിലും ടോപ്പിക് ബേസ്ഡ് ആണോ ഡൗട്ട്? നീ റിപ്ലൈ ചെയ്യൂ പെട്ടെന്ന്. ഓക്കെ, ഫൈക്കോഫൈറ്റിൻ നിങ്ങളുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഓക്കെ, നിങ്ങളുടെ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഇലക്ട്രോൺ റിലീസ് ആവില്ലേ, നമ്മുടെ PEA വരത്തില്ലേ, അവിടെയാണ് നിങ്ങളുടെ ഫൈക്കോഫൈറ്റിൻ വരുന്നത്. സോ ഫൈക്കോഫൈറ്റിൻ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് അത് തന്നെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ. ഓക്കെ, സെഡ് സ്കീമിൽ ആ ഇലക്ട്രോൺ പോത്തില്ലേ, അപ്പോൾ ആ ഇലക്ട്രോണെ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ആരാ? നമ്മുടെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. അവിടെയാണ് ഈ ഫൈക്കോഫൈറ്റിൻ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ നമുക്ക് തിരിച്ച് ഈ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സോ സ്റ്റുഡൻസ്, ക്ലോറോപ്ലാസ്റ്റാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ എന്താവും? കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന് കാൽവിൻ സൈക്കിളിൽ കയറി നമുക്ക് ഷുഗർ ഫോം ചെയ്യും, എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ഫോം ചെയ്യും അല്ലേ. സോ ലുക്ക് ഹിയർ, ദിസ് ഇസ് ദ സ്റ്റെപ്പ്. ഓക്കെ, ഇവിടെ അവർ 3 കാർബൺ ആണ് എടുത്തത്. ഉണ്ണി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ 3 കാർബൺ, ഓക്കെ, 3 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ 3 കാർബൺ ഡൈ ഓക്സൈഡ് കൺവേർട്ട് ആവുന്നത് എങ്ങനെയാണ്? PGA അല്ലേ. സോ 3 കാർബൺ ഉള്ള PGAയിലേക്ക് കൺവേർട്ട് ആവും. ഹൗ മെനി? 6 മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ RUBP with the help of Rubisco അല്ലേ. സോ RUBP with the help of Rubisco ഈ 3 കാർബണിനെ അക്സെപ്റ്റ് ചെയ്യും. 3 കാർബണിനെ അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ PGA ഫോം ആവും. ഈ PGA ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് സ്റ്റുഡൻസ്, നമ്മുടെ ഡൈഫോസ്ഫോഗ്ലിസറേറ്റ്. മോസ്റ്റ് ഓഫ് ദ സ്ഥലത്ത് ഈ ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് എഴുതത്തില്ല. സോ ഡൈഫോസ്ഫോഗ്ലിസറേറ്റിന് ഫോസ്ഫോറൈലേഷൻ നടക്കാൻ, ഓക്കെ, ഡൈഫോസ്ഫോഗ്ലിസറേറ്റിന് ഫോസ്ഫോറൈലേഷൻ നടക്കാൻ നമുക്ക് ATPs വേണം. എത്ര ATP വേണം? 6 ATPs വേണം അല്ലേ. 6 ATP വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു 6 ADP ആൻഡ് 6 PI. ഈ ഫോസ്ഫേറ്റ് ആയിരിക്കും ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഫോസ്ഫോറൈലേഷൻ നടക്കാൻ. ഈ ഫോസ്ഫോറൈലേഷൻ നടന്ന് ഇത് 6G3P ആവും, അല്ലെങ്കിൽ PGAL, ഏതെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്താൽ മതി. ഔട്ട് ഓഫ് ദ 6G3P അല്ലേ, G3P ഒരെണ്ണം 5 എണ്ണം ഇങ്ങോട്ട് പോകും. എന്തിന്? റീജനറേഷന്. റീജനറേഷൻ ഓഫ് RUBP. ഒരെണ്ണം മാത്രം താഴോട്ട് പോയി നമ്മുടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഓക്കെ, ഗ്ലൂക്കോസ് ഫോം ചെയ്യും. സോ 1 PGAL or 1 G3P will go and form the glucose. Okay, will be prepared for making the glucose. ബാക്കി 5 എണ്ണം ഇങ്ങോട്ട് പോകും. ഈ 5 എണ്ണം പോകുമ്പോൾ ഇവർ ഫോസ്ഫോറൈലേഷൻ നടക്കണം. ടു കൺവേർട്ട് ഇൻ ടു RUBP ആവാൻ ഇവർക്ക് ഫോസ്ഫോറൈലേഷൻ നടക്കണം. എത്ര ATP വേണം? അവർ പറഞ്ഞേക്കുന്നത് 1 കാർബൺ ഡൈ ഓക്സൈഡിന് 1 ATP എന്നാണ്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എത്ര കാർബൺ ഡൈ ഓക്സൈഡാണ്? 3 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ 3 കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് 3 ATP വേണ്ടി വരും. കറക്റ്റ്? അഗ്രി ചെയ്തോ എല്ലാവരും? അഗ്രി ചെയ്തോ? ഹായ് നന്ദിനി. ഓ ആണോ, ഓക്കെ. മോക്ക് പേപ്പർ അറ്റൻഡ് ചെയ്തായിരുന്നോ? ഓക്കെ, ഗ്രേറ്റ്. ഫൈക്കോഫൈറ്റിൻ അതാട്ടോ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്, നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ് കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മാർക്ക് ചെയ്യണം. ഓക്കെ, ചില സമയത്ത് അവർ ആ സൈറ്റോക്രോം ഫൈക്കോഫൈറ്റിനൊക്കെ കുറച്ച് പേരുകൾ തരും, നമുക്കത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. സോ സ്റ്റുഡൻസ്, ഇവിടെ നോക്കുക, ഫോസ്ഫോറൈലേഷൻ നടക്കുക എന്ന് വെച്ചാൽ ഈ 5 PGAL ഇല്ലേ, അല്ലെങ്കിൽ 5 G3P RUBP ആവണമെങ്കിൽ അവർക്ക് ഫോസ്ഫേറ്റ് ആഡ് ചെയ്യണം. ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ ആര് വരും? ATP വരും അല്ലേ. ഫോസ്ഫേറ്റ് ആഡ് ചെയ്യാൻ ആര് വരും? ATP വരും. ആ ATP അവർ പറഞ്ഞേക്കുന്നത് 1 കാർബൺ ഡൈ ഓക്സൈഡ് 1 ATP. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് എത്രയാണ്? 3 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 3 കാർബൺ ഡൈ ഓക്സൈഡിന് 3 ATP. നോക്കിവിടെ 3 ATP വിൽ ഗെറ്റ് കൺവേർട്ട് ഇൻ ടു 3 ADP ആൻഡ് 3 PI. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത്രയും ക്ലിയർ ആണോ? ഇതാണ് നിങ്ങളുടെ സൈക്കിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, PGA ആവുന്നു, PGAന്ന് നമ്മുടെ ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് ആവുന്നു, അവിടുന്ന് ഫോസ്ഫോറൈലേഷൻ നടന്ന് NADPയുടെ H കൊണ്ട് റിഡക്ഷൻ നടന്ന് PGA അല്ലെങ്കിൽ G3P അവിടുന്ന് 5 G3P റീജനറേഷന് പോവും, 1 G3P ഗ്ലൂക്കോസിന് പോവും. ഓക്കെ, നമ്മൾ ഇനി പഠിക്കേണ്ടത് എത്ര ATP ഫോർമേഷൻ ആയിരുന്നു, എത്ര ATP ആണ് ഈ ഫുൾ പ്രോസസ്സിന് റിക്വയർ ചെയ്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യമായിട്ട് ATP യൂസ് ചെയ്തത് ഈ ഫസ്റ്റ് ഫോസ്ഫോറൈലേഷനാണ് അല്ലേ. അപ്പോൾ എത്ര യൂസ് ചെയ്തത്? 6 ATP യൂസ് ചെയ്തു. ഓക്കെ, അതുപോലെ നമ്മൾ യൂസ് ചെയ്ത ATP എവിടെയാണ്? ഇവിടെ 3 ATP നമ്മൾ യൂസ് ചെയ്തു അല്ലേ.
സോ നമ്മൾ 3 കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ ഇത്രയും ATP ഉപയോഗിച്ചു. എത്രയാണ്? 9 ATP ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്ലൂക്കോസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണം? ഇനി ഒരു സെറ്റും കൂടെ വേണം അല്ലേ? സോ 9 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 18 ATP വേണം. ഓക്കെ, ഇതുപോലെ ഈ സൈക്കിൾ ഒന്നും കൂടെ പോകണമെങ്കിൽ നമുക്ക് ഇനിയും 9 ATPs വേണം. സോ ദാറ്റ്സ് വൈ ലുക്ക് ഹിയർ 6 കാർബൺ ഡൈ ഓക്സൈഡ് 1 ഗ്ലൂക്കോസ് 18 ATPs ആർ റിക്വയർഡ്. ഓക്കെ, 18 ATPs ആർ റിക്വയർഡ്. പുറത്ത് പോകുന്ന എത്രയാ? 18 ADPs അല്ലേ? ഇതെല്ലാം ദേ ഇവിടെ 6 ADP ഉണ്ട്, ഇവിടെ 3 ADP ഉണ്ട്, ഇവരെല്ലാം പുറത്ത് പോവുക. ഓക്കെ, പിന്നെ നമ്മുടെ NADPH നമുക്ക് നോക്കാം. ഇവിടെ 6 NADPH യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ 3 കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തപ്പോൾ നമുക്ക് 6 NADPH ആണ് വേണ്ടത്. നമുക്ക് 6 NADPH ആയിരുന്നു വേണ്ടി വന്നത്. സോ നമുക്ക് ഇനി ഒരു സൈക്കിളും കൂടെ പോകണമെങ്കിൽ 3 കാർബൺ എങ്കിൽ പ്ലസ് 6 NADPH അല്ലേ? സോ ടോട്ടൽ ഓഫ് 12 NADPH അല്ലേ? ക്ലിയർ ആണോ? സോ ഫാർ ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് സെഷൻ ഒന്ന് ലൈക്ക് ചെയ്തേ, നിങ്ങളുടെ അറ്റൻഡൻസും കൂടെ അറിയിക്കാൻ വേണ്ടിയാണ്. സോ ഒരു സൈക്കിളിൽ നമുക്ക് 6 NADPH വേണമെങ്കിൽ ഇനി ഒരു സൈക്കിളും കൂടെ പോകണമെങ്കിൽ വി നീഡ് അനദർ 6 NADPH, a total of 12 NADPH. Clear? Hi, good evening. Very good. Kashi, very good. 12 NADPH. Okay? Kaustuba, hi. Clear ആണല്ലോ? നമുക്ക് അടുത്തത് C4 സൈക്കിൾ പഠിക്കാം. സോ C3 സൈക്കിൾ ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. വെരി ഈസി അല്ലേ? അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് ഈസി. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നൗ C4 സൈക്കിൾ. ഓക്കെ, C4 സൈക്കിളിൻ്റെ പേര് വന്നതിൻ്റെ മെയിൻ കാരണം ബിക്കോസ് ദ ഫസ്റ്റ് കോമ്പൗണ്ട് 4 കാർബൺ കോമ്പൗണ്ട് ആയിരുന്നു. അത് മാത്രമല്ല ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഹാച്ച്/സ്ലാക്ക് പാത്വേ. ഇത് സയൻറ്റിസ്റ്റിൻ്റെ പേരാട്ടോ ഇത്. ഓക്കെ, ഈ C4 സൈക്കിൾ വെരി സ്പെഷ്യലാണ്. വൈ ദ C4 സൈക്കിൾ ഇസ് സ്പെഷ്യൽ? ബിക്കോസ് ഈ C4 സൈക്കിൾ നടക്കുന്നത് എല്ലാ പ്ലാന്റ്സിലല്ല, കുറച്ച് പ്ലാന്റ്സ് ലൈക്ക് മേസ്, ഷുഗർ കെയിൻ, ഓക്കെ, എക്സെട്ര. അതുകൂടാതെ ഇവർക്ക് വേറൊരു കേപ്പബിലിറ്റീസും കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. Yes, hatch and slack pathway. Very good. Okay, so hatch and slack pathway, and it is called C4 cycle because the first stable compound is a 4 carbon compound. ഇതാണ് മെയിൻ റീസൺ ഇതിനെ അങ്ങനെ വിളിക്കാൻ. ഓക്കെ, ഇത് നിങ്ങളുടെ NCERT ലൈൻസ് ആണ്. പിന്നെ ഈ C4 സൈക്കിൾ ചെയ്യുന്ന പ്ലാന്റ്സിന് കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. Okay. These adaptation is mainly, what are the adaptation? Does anyone know what is the adaptation? Yes, no photorespiration occurs. Very correct. Okay, very correct. Okay, so tell me, endana adaptation? What is the adaptation that C4 plants have? They have a dimorphic chloroplast. That means 2 types of chloroplast. Dimorphic chloroplast, Kranz anatomy. Yes, I will come to that. So dimorphic chloroplast എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗ്രാനൽ ആൻഡ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. സോ ഒന്നിൽ ഗ്രാന ഉണ്ടാവും, ഇനി ഒരെണ്ണത്തിൽ ഗ്രാന ഉണ്ടാവില്ല കേട്ടോ. സോ ഞാനിത് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സേ എ ഡബിൾ ലെയർ. ഓക്കെ, this has grana. Okay, they will be connected. Okay, ingane undav alle grana. Yes, okay, so they will have grana. appo idile grana undu, idile grana undavilla. So how will this be? Okay, ivide grana onnu illa, just nammade thylakoid lamella maatram. Okay, fret maatram, ee connection illa, adu maathre undavatullu. Okay, clear ano? So what did I say? ഇവർക്ക് ഗ്രാന ഉണ്ട്. സോ ഗ്രാന ഇസ് പ്രസൻറ്റ്, ഇവിടെ നോ ഗ്രാന. ഓക്കെ, നോ ഗ്രാന. ക്ലിയർ. പിന്നെ നമ്മുടെ മീസോഫിൽ സെൽസ് വരച്ച് കഴിഞ്ഞാൽ, this is how your mesophil cells will be, അല്ലേ?
So your mesophyll cells will be. So അതിനകത്ത് ഞാനിപ്പോൾ ഒരു വാസ്കുലർ ബണ്ടിൽ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വാസ്കുലർ ബണ്ടിൽ വരച്ചു കഴിഞ്ഞാൽ ഒരു റീത്ത് അറേഞ്ച്മെൻറ്റിലായിരിക്കും കേട്ടോ. സോ ഇതുകൊണ്ടാണ് ഇതിനെ ക്രാൻസ് അനാട്ടമി എന്ന് വിളിക്കുന്നത്. നമ്മുടെ റീത്തില്ലേ, റീത്ത് പോലെ ഇങ്ങനെ അറേഞ്ച്ഡ് ആയിരിക്കും സെൽസ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ക്രാൻസ് അനാട്ടമി എന്നും കൂടെ വിളിക്കുന്നത്. ദർ ഇസ് അനദർ വേർഡ് കോൾഡ് ക്രാൻസ് അനാട്ടമി. സ്റ്റുഡൻസ് ടെൽ മീ, C4 സൈക്കിൾ എവിടേക്കാണ് നടക്കുന്നത്? ഏതൊക്കെ രണ്ട് സ്ഥലത്താണ് ഈ C4 സൈക്കിൾ നടക്കുന്നത്? ഏതൊക്കെയാണ് ദാറ്റ് 2 places, 2 locations where the C4 cycle is happening? അല്ലെങ്കിൽ ആ ഒരു ഫുൾ, ഓക്കെ, വെരി ഗുഡ്, ബണ്ടിൽ ഷീറ്റ് സെൽസ്, കറക്റ്റ്. ഉണ്ണി ബണ്ടിൽ ഷീറ്റ് സെൽസ് ആൻഡ് ഇനി ഒരെണ്ണം കൂടെ, ഏതാണ് ഇനി ഒരെണ്ണം? ബണ്ടിൽ ഷീറ്റ് സെൽ കറക്റ്റ് ആണ്. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ ബണ്ടിൽ ഷീറ്റ്. പിന്നെ ഇനിയൊരു സ്ഥലം എവിടെയാ? ആർക്കും അറിയത്തില്ലേ ബണ്ടിൽ ഷീറ്റ്? പെട്ടെന്നൊന്ന് പറഞ്ഞേ, ബണ്ടിൽ ഷീറ്റിലും വേറെ എവിടെയാണ് നടക്കുന്നത്? ടെൽ മീ ക്വിക്ക്ലി, വേറെ എവിടെയാണ് ദിസ് ഇസ് ഹാപ്പനിങ്? വെരി ഗുഡ്, മീസോഫിൽ സെൽസ് ആൻഡ് ബണ്ടിൽ ഷീറ്റ് അല്ലേ? മീസോഫിൽ സെൽസ് ആൻഡ് ബണ്ടിൽ ഷീറ്റ് അല്ലേ? സോ വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി? ഫോട്ടോ റെസ്പിറേഷനെ പറ്റി പറഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ C4 സൈക്കിളിൽ ഐ ടോൾഡ് യു ദാറ്റ് റുബിസ്കോ, okay, rubisco can act as a carboxylase or an oxygenase, but ഒരു certain condition it will act as an oxygenase. What is the certain condition? When the temperature is high and when the carbon dioxide rate is high. Okay, so at this 2 instance, okay, when temperature is high and carbon dioxide is high, എന്ത് സംഭവിക്കും? ഈ rubisco will start acting as an oxygenase. That means instead of accepting carbon dioxide, it will start accepting or it will start fixing oxygen. Okay, അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാൽവിൻ സൈക്കിൾ ഫെയിൽ ആണ് കേട്ടോ. സോ ദിസ് C4 സൈക്കിൾ ഈസ് ആക്ച്വലി എ പ്രൊട്ടക്ഷൻ ഫ്രം ഫോട്ടോ റെസ്പിറേഷൻ. സോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. ഓക്കെ, ഫോട്ടോ റെസ്പിറേഷൻ നടക്കും. ഓക്കെ, so understand, when the temperature is high and when the oxygen is high, this rubisco will act as an oxygenase. So മനസ്സിലായോ എല്ലാവർക്കും? നമ്മുടെ നോൺ സൈക്കിളിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലൂമിനിലേക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട് അല്ലേ? ആ സമയത്ത് ഈ റുബിസ്കോ അവിടെ ഉണ്ടെങ്കിൽ എന്താവും? അത് പെട്ടെന്ന് ഓക്സിജനേസ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു പ്രോസസ് വിൽ ലീഡ് ടു ഫോട്ടോ റെസ്പിറേഷൻ. ഓക്കെ, ദിസ് പ്രോസസ് വിൽ ലീഡ് ടു ഫോട്ടോ റെസ്പിറേഷൻ. ദാറ്റ് മീൻസ് all the oxygen will be used up for the plant to not have any more oxygen അല്ലേ? സോ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കേണ്ട പ്ലാന്റ് പിന്നെ വേറെ ഒന്നും ഉണ്ടാവത്തില്ല അതിന് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വേണ്ടി. സോ ടു അവോയ്ഡ് ദിസ് C4 പാത്വേ ഈസ് സച്ച് എ വേ ദാറ്റ് അവർക്ക് ബണ്ടിൽ ഷീറ്റും മീസോഫിൽ സെൽസും അറേഞ്ച് ചെയ്തേക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താവും? ഇപ്പോൾ സൺലൈറ്റ് ഇവിടെ അടിക്കുവാണെങ്കിൽ, ഓക്കെ, ഇമാജിൻ സൺലൈറ്റ് അടിക്കുകയാണ്, ഈ ഒരു ബണ്ടിൽ ഷീറ്റിന് ടച്ച് ആവത്തില്ല അല്ലേ? കുറച്ച് സൺലൈറ്റ് മാത്രമേ വരത്തുള്ളൂ. ഹൈ ഓക്സിജൻ ആയിരുന്നു, ബൈ മിസ്റ്റേക്ക് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞത്. സോ വെൻ ലൈറ്റ് ഹിറ്റ്സ് ഈ ഒരു സെല്ലിന് അത്രയും ഹീറ്റ് കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ റുബിസ്കോ ഇവിടെ ആയിരിക്കും. റുബിസ്കോയ്ക്ക് ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ അത് ഓക്സിജനേസ് ആവത്തുള്ളൂ. സോ റുബിസ്കോ വിൽ ബി അറ്റ് എ പ്രോപ്പർ ടെമ്പറേച്ചർ. സോ വി ക്യാൻ അവോയ്ഡ് ഫോട്ടോ റെസ്പിറേഷൻ. ആർക്കൊക്കെ ഇത് മനസ്സിലായി? കുറച്ചൊരു ഡിഫിക്കൽട്ട് കോൺസെപ്റ്റാണ്, പക്ഷേ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഈസിയാണ് കേട്ടോ. സോ ഈ C4 പ്ലാന്റ്സ്, ഈ മേസും ഷുഗർ കെയിനിലും ഒക്കെ എന്താ സംഭവിക്കുന്നത്? ഇവരിത് താഴോട്ട് പുഷ് ചെയ്തേക്കാണ്. സോ കാൽവിൻ സൈക്കിൾ നടക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ ലോ ആയിരിക്കും, അധികം ടെമ്പറേച്ചർ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ റുബിസ്കോ ഓക്സിജനേസും ആവത്തില്ല. സോ ദിസ് വിൽ അവോയ്ഡ് ഫോട്ടോ റെസ്പിറേഷൻ ഫ്രം ഹാപ്പനിങ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ആർക്കൊക്കെ മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒരു റിയാക്ഷൻ ഇട്ട ചാറ്റ് ബോക്സിൽ. ഓക്കെ, ഇഫ് യു അണ്ടർസ്റ്റുഡ് പെട്ടെന്ന് റിപ്ലൈ ഇടുക, അല്ലെങ്കിൽ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, യെസ്, ക്ലിയർ. ഓക്കെ, സോ സ്റ്റുഡൻസ്, പ്ലാന്റ്സ് ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസ് ഹാവ് C4 പാത്വേ. ഓക്കെ, സോ ഇത് നിങ്ങളുടെ NCERT തന്നെയാണ് കേട്ടോ.
though these plants have C4 oxaloacetic acid as the first carbon dioxide fixation. എന്ന് വെച്ചാൽ എന്താ അവർ പറയുന്നത്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുമ്പോൾ അതിനെ ഫിക്സ് ചെയ്യാൻ PG അല്ലെങ്കിൽ നമ്മുടെ RUBP-ന് പകരം ആരുള്ള നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ട്. എന്ന് വെച്ചാൽ PGAൻ്റെ അവിടെ നമ്മുടെ ഓക്സാലോ അസറ്റിക് ആസിഡ് ഉണ്ട്, വിച്ച് ഇസ് എ 4 carbon compound. ഓക്കെ, 4 carbon compound. ഓക്കെ, സോ അതാണ് അവർ പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ, okay, so oxaloacetic acid as the first carbon dioxide fixation product, they use the C3 pathway or the Calvin's pathway. So even though thank you so much. Okay, so even though students എന്താ പറയാൻ വേണ്ടി വന്നു. സോ ഇവിടെ ഫിക്സേഷൻ നടക്കുമ്പോഴും ഈ C4 പാത്വേയിൽ C3 പാത്വേയും കൂടെ ഉണ്ട്. ഡോണ്ട് തിങ്ക് ദാറ്റ് C3 പാത്വേ ഇസ് നോട്ട് ഹാപ്പനിങ്. സോ ഫസ്റ്റ് ഓക്സാലോ ആസിഡിക് ഫോർമേഷൻ ഉണ്ട്, കുറച്ച് പൈരുവിക് ആസിഡ്, മാലിക് ആസിഡ് അതൊക്കെ ഫോം ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇവർ എൻ്റർ ചെയ്യാൻ പോകുന്നത് C3യിലേക്ക് തന്നെയാണ് കേട്ടോ. സോ പക്ഷേ C3 സൈക്കിൾ ഇസ് പ്ലേസ് ഡൗൺവേർഡ് സോ ദാറ്റ് ദ റുബിസ്കോ ഡസ് നോട്ട് ഗെറ്റ് മാക്സിമം ടെമ്പറേച്ചർ ഓർ ഇറ്റ് ഇസ് നോട്ട് എക്സ്പോസ് ടു ഹൈ ഓക്സിജൻ റേറ്റ്. ഓക്കെ, അത്രയും മാത്രമേ ഉള്ളൂ. നൗ ലുക്ക് അറ്റ് ദിസ്. Then in what ways are they different from C3 plants? So NCERT is asking you people question. The answer is C4 plants have a special type of leaf anatomy. Our leaf anatomy completely different ആണ്, നമ്മുടെ നോർമൽ പ്ലാന്റ്സിനെ പോലെ അല്ല. Okay, they tolerate high temperatures, they show a response to high light intensities, and they lack a process called photorespiration. ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ നടക്കുന്നത് നമ്മുടെ C3 പ്ലാന്റ്സിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോട്ടോ റെസ്പിറേഷൻ വെരി കോമൺ ആണ് കേട്ടോ. സോ എല്ലാ ഓക്സിജനും യൂസ്ഡ് അപ്പ് ആവും. സോ വാട്ട് ഹാപ്പൻസ്, അവരുടെ ആ ഫോട്ടോസിന്തസിസ് സ്മൂത്ത് ആയിട്ട് നടക്കത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാകും. ഓക്കെ, സോ അതൊരു വലിയൊരു പ്രോബ്ലം ആയിരിക്കും. സോ ആൻഡ് ഹാവ് എ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ഓഫ് ബയോമാസ്. ഓക്കെ, ബിക്കോസ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൊഡക്ടിവിറ്റി ഈൽഡും കൂടുതലായിരിക്കും. ഓക്കെ, പ്രൊഡക്ടിവിറ്റിയും ഈൽഡും കൂടുതലായിരിക്കും. So we'll understand each step. Okay, so the particularly large cells around the vascular bundles of C4 cycles are called as bundle sheath cells, and the leaves which have anatomy are said to be Kranz anatomy. ഏതൊക്കെ ലീഫിൽ ഈ ബണ്ടിൽ ഷീത്ത് ആ ഒരു അറേഞ്ച്മെൻറ്റിലുണ്ടോ അവരെല്ലാം ഇതിനെ ക്രാൻസ് അനാറ്റമി എന്ന് നമ്മൾ വിളിക്കും. C4 പ്ലാന്റ്സ് ഏറ്റവും കൂടുതലുള്ളത് ഡ്രൈ ട്രോപ്പിക്കൽ ഏരിയാസിലാണ്. പക്ഷേ നമ്മുടെ ഷുഗർ കെയിൻ മേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഡെസേർട്ടിലല്ലല്ലോ, നമ്മൾ നോർമലായിട്ട് ഉള്ള ഏരിയാസിലല്ലേ. പക്ഷേ അവരുടെ ആ ഒരു എന്താ പറയുക, ദ വേ അവരുടെ ആ ഒരു ഏരിയ ഷുഗർ കെയിൻ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡ്രൈ പ്ലേസസിലായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെസേർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ചും കൂടെ ഡ്രൈ ഏരിയാസിലായിരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. ഓക്കെ, so crans means breadth and it's a reflection of the arrangement of cells. സെൽസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മുടെ റീത്തിന് പൂ വെക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ റീത്തിൻ്റെ പൂവ് നമ്മൾ കണ്ടിട്ടില്ല അറേഞ്ച് ചെയ്യുന്നത് ഒരു സർക്കുലർ പാറ്റേൺ, അതേപോലെയാണ് ഈ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്രാൻസ് അനാറ്റമി എന്ന് വിളിക്കുന്നത്. Okay, now the bundle sheath cells may form several layers around the vascular bundles. They are characteristics by having large number of chloroplasts, thick walls, okay, and they have gaseous exchange and no intercellular spaces. You may like to cut sections of C4 plants, maize or sorghum to observe the Kranz anatomy. So students, onnu illo Kranz anatomy endha nammada mesophyll cells mele undum, vascular bundles undum, bundle sheath ingane arrange ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ? യെസ്. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. So the primary carbon dioxide acceptor is a 3 carbon molecule which is phosphoenol pyruvate. So നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ C3 സൈക്കിൾ RUBP ആണ്. പക്ഷേ ഇവിടെ ആരാണ്? PEP. Okay, PEP is the first acceptor of carbon dioxide. Okay, clear ആണല്ലോ. So അതിൻ്റെ ഫുൾ ഫോം എന്താ? Phosphoenol pyruvate is present in the mesophyll cells and the enzyme responsible is PEP carboxylase. സ്റ്റുഡൻസ്, നിങ്ങൾ നോട്ടീസ് ചെയ്താൽ ഇവിടെ കാർബോക്സിലേസ്, ഓക്സിജനേസ് അങ്ങനെ ഒരു പ്രശ്നമില്ല. PEP പക്ക കാർബോക്സിലേസ് ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് 100% അഫിനിറ്റി ടുവേർഡ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ C4 സൈക്കിളിന് ഒരു എന്താ പറയുക, ഒരു ഡിഫിക്കൽട്ടി ഇല്ല. അയ്യോ ചൂട് കൂടുതലാണെങ്കിൽ ഇത് ഓക്സിജനേസ് ആയാലോ അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഇല്ല കേട്ടോ. സോ PEP കാർബോക്സിലേസ്. നമ്മുടെ റുബിസ്കോയിന് പകരം വന്നേക്കുന്ന ആരാ? PEP കാർബോക്സിലേസ്. ഓക്കെ, ഓർ PEPK. It is important to register that the mesophyll cells lack
റുബിസ്കോ. ഓക്കെ, മീസോഫിൽ സെൽസിൽ റുബിസ്കോ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ താരോട്ട് പുഷ് ചെയ്തേക്കുന്നത്. സോ ചൂടടിക്കാതിരിക്കാൻ അത്രയും. ഓക്കെ, നൗ C4 ആസിഡ് ഇസ് ഫോംഡ് ആസ് OAA. സോ ഇവിടെ എന്താ ഫോം ആവുന്നത് നമുക്ക്? OAA, ഓക്സാലോ അസറ്റിക് ആസിഡ്. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? ക്ലിയർ ആണോ? യെസ്, PEP carboxylase. വെരി ഗുഡ്. ഓക്സാലോ അസറ്റിക് ആസിഡ്. ഇറ്റ് ദെൻ ഫോംസ് എ 4 carbon കോമ്പൗണ്ട് ലൈക്ക് മാലിക് ആസിഡ്. സോ ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് കൺവേർട്ടായി മാലിക് ആസിഡും ചിലതിൽ അസ്പാറ്റിക് ആസിഡും. ക്ലിയർ ആണോ? എല്ലാവർക്കും? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഓക്സാലോ അസറ്റിക് ആസിഡ് മാലിക് ആസിഡും അസ്പാറ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ആവും. സോ ഡിപ്പെൻസ്. ഓക്കെ, ഏതിലാന്ന് വെച്ചാൽ which are transported to the bundle sheath cells. In the bundle sheath cells, these C4 acids are broken down to release carbon dioxide and a 3 carbon molecule. Okay, 3 carbon molecule. So ഇവരെ എങ്ങോട്ട് പുഷ് ചെയ്യും? ഇവരെ ഇനി എങ്ങോട്ട് പുഷ് ചെയ്യും? ബണ്ടിൽ ഷീറ്റിലേക്ക് പുഷ് ചെയ്യും അല്ലേ? ഞാൻ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇറ്റ് വിൽ പുഷ് ടു ബണ്ടിൽ ഷീറ്റ്. ഇവർ ബണ്ടിൽ ഷീറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? ഇവർ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, അതേപോലെ ഒരു പൈറുവേറ്റും കൂടെ റിലീസ് ചെയ്യും. ഓക്കെ, നൗ look here. So the 4 carbon compounds will be malic acid and aspartic acid, and that will be pushed into the bundle sheath cells. In the bundle sheath cells, these C4s will be broken down to give a 3 carbon molecule and a carbon dioxide, and the 3 carbon molecule is transported back to the mesophyll where it is converted to PEP again. നമ്മുടെ RUBP ഉണ്ടാക്കുന്ന പോലെ PEP നമ്മൾ തിരിച്ചുണ്ടാക്കണം കേട്ടോ. യെസ്, ഓക്കെ. So students, we will study from your NCERT diagram. Okay, so ഇവിടെ നോക്ക്, atmospheric carbon dioxide is coming. Okay, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കാം. ഓക്കെ, സോ സ്റ്റുഡൻസ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നുണ്ട് അകത്തോട്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് എങ്ങോട്ടാണ്? മീസോഫിൽ സെൽസിൽ. ഓർക്കേണ്ട ഒരു കാര്യം, മീസോഫിൽ സെൽസിൽ റുബിസ്കോ ഇല്ല കേട്ടോ. സോ ഞാൻ ഇവിടെ എഴുതുവാണ്, absence of rubisco. കേട്ടോ, ഇവിടെ absence of rubisco ആണ് mesophyll cells. So what is happening? Your carbon dioxide is coming in. Now understand, your carbon dioxide will combine with the water molecule. Okay, mesophyll cellസിലുള്ള water molecule വെച്ച് ഈ carbon dioxide combine ചെയ്ത് നമുക്ക് ആസിഡ് ഫോം ആവും. നോക്ക്, HCO3. ഓക്കെ, ആസിഡ് ഫോം ആവും. ഓക്കെ, കാർബോണിക് ആസിഡ് will be formed. Got it? Acid will be formed. Okay, carbonic acid will be formed. Okay, EH3O3 will be accepted by who? PEP. Will be accepted by PEP with the help of PEP carboxylase. Okay, PEP carboxylase ഈ PEP accept ആവും. ഈ PEP accept ആയി കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് ഇവിടെ C4 cycle. So here what is happening? Here your formation of malic acid is forming അല്ലേ? അപ്പോൾ ഞാൻ അവിടെ തന്നെ എഴുതുക കേട്ടോ. So ഈ PEP accepting കഴിഞ്ഞിട്ട് this will form your oxaloacetic acid, OAA. Oxaloacetic acid form ആവും. ഈ oxaloacetic formation താഴോട്ട് പോയി എന്താവും? മാലിക് ആസിഡ് ഫോർമേഷൻ ആവും. സോ ദിസ് ഓക്സാലോ ആസിഡ് വിൽ ഫോം, then get converted to malic acid. Okay, clear? Yes, PEP actually നമ്മുടെ RUBPയുടെ പോലെയാണ്. PEP to OAA അല്ല, ഈ PEP ആക്ച്വലി വന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. നമ്മുടെ RUBP ചെയ്ത ജോലി തന്നെയാണ് ഈ PEP ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ PEP എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. സോ ഈ PEP കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റ് ചെയ്ത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് PEP കാർബോക്സിലേസ് OAA ആയിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മുടെ PGA പോലെ ഓക്സാലോ അസറ്റിക് ആസിഡ് ഫോമും, ഓക്സാലോ അസറ്റിക് ആസിഡിൽ നിന്ന് മാലിക് ആസിഡ് ഫോമും. നമുക്ക് അവിടെ എന്താ ഫോമായേ? ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോമായില്ലേ? അതേപോലെ ഇവിടെ നമുക്ക് മാലിക് ആസിഡ് ഫോമാം. ഈ മാലിക് ആസിഡ് എന്ത് ചെയ്യും? ഈ മാലിക് ആസിഡ് നമ്മൾ മീസോഫിൽ സെൽസിലേക്ക് വിടും. അതാണ് നമ്മുടെ ഈ C4 ആസിഡ് കേട്ടോ. എനിക്കിവിടെ എഴുതണമെന്നുണ്ട്, പക്ഷേ ഇത് കാണുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് മാലിക് ആസിഡ് കേട്ടോ. ഈ മാലിക് ആസിഡ് C4 ആസിഡ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ മാലിക് ആസിഡ് ഡീകാർബോക്സിലേഷൻ എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യണം. അപ്പോൾ അത് ഈ മാലിക് ആസിഡിൽ ഒരെണ്ണം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് ഇറ്റ് വിൽ എൻറ്റർ ഇൻ ടു ദ C3 cycle. ഓക്കെ, സോ ഫ്രം there
it will break down. Okay, it will break down to form carbon dioxide, and that carbon dioxide will enter C3 cycle. Okay, it will enter C3 cycle. ബാക്കിയുള്ളത് എങ്ങോട്ട് പോകും? ബാക്കിയുള്ളത് തിരിച്ചു പോകും. So there they will form a 3 carbon compound which is called your pyruvate, which will be transported back into your mesophyll cells for regeneration of PEP. എല്ലാവർക്കും മനസ്സിലായോ? അയ്യോ, ഞാൻ അവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണത്തില്ല അല്ലേ? കാണാവോ? സോ നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, റെഡി? വിൽ റിവൈസ്. ഓക്കെ, സോ ഞാൻ ആദ്യമേ ഓക്കെ. സോ സ്റ്റുഡൻസ്, നമുക്ക് ആദ്യം ഇവിടെ ഇതിനെ മീസോഫിൽ സെൽസ് എന്ന് ലേബിൾ ചെയ്യാം. ഇത് മീസോഫിൽ സെൽസ്, ഇത് ബണ്ടിൽ ഷീറ്റ്. ഓക്കെ, ബണ്ടിൽ ഷീറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ദിസ് ഇസ് എ റിവിഷൻ. ഓക്കെ, ദിസ് ഇസ് എ റിവിഷൻ. സോ ആദ്യമേ കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് വാട്ടർ അക്സെപ്റ്റ് ആയി അവർ HCO3 ഫോം ചെയ്യും. ഓക്കെ, ഈ HCO3നെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ആരുണ്ടാവും? അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് PEP ഉണ്ടാവും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് PEP കാർബോക്സിലേസ്. ഓക്കെ, ഈ PEP കാർബോക്സിലേസ് with the help of PEP carboxylase ഈ H3O3 കൺവേർട്ടായി. ഓക്കെ, കൺവേർട്ടായി നമ്മുടെ ഫസ്റ്റ് OAA ഫോം ചെയ്യും. What will it form? Oxaloacetic acid. Okay, മനസ്സിലായി. Okay, oxaloacetic acid. ഈ oxaloacetic acid will get converted. Okay, oxaloacetic acid will get converted to malic acid. Okay, malic acid. ഞാൻ ഈ ലൈൻസ് തുടക്കാം കേട്ടോ, എഴുതി കഴിഞ്ഞ് ലൈൻസ് എഴുതാം. Yes, so this will get formed into malic acid, which is a 4-carbon compound. Okay, this malic acid will be now pushed. Okay, this will be pushed into the bundle sheath. So I will write here also malic acid. Okay, ഇവിടെ malic acid എഴുതാം. ഈ malic acid la decarboxylation will happen. That means it has to get split into carbon dioxide, right? So one will form carbon dioxide, and okay, one will form carbon dioxide and one will get formed into pyruvate, which is a 3-carbon compound. Okay, 3-carbon compound. ഈ pyruvate തിരിച്ച് എങ്ങോട്ട് പോകും? നമ്മുടെ മീസോഫിൽ സെൽസിലേക്ക് പോകും കേട്ടോ. ഈ pyruvate മീസോഫിൽ സെൽസിൽ കയറി will help for regeneration of PEP carboxylase. Got it? It will go for the regeneration of PEP carboxylase. Now this carbon dioxide will enter into your C3 cycle. Okay, it will enter into your C3 cycle. Is it clear? So this will go into your mesophyll cells. ഈ pyruvate mesophyll cells പോയി PEP regeneration help ചെയ്യും. Okay, so നമ്മൾ ഇവിടെ steps എഴുതി കഴിഞ്ഞാൽ എന്തുണ്ടാവും? So if you write the steps ഇവിടെ എന്തുണ്ടാവും? Clear ആണോ students? Is it clear? Okay, ഇത് ഞാൻ ഇപ്പോൾ fill ചെയ്ത് തരാം. Okay, okay, clear ആണോ സ്റ്റുഡൻസ്? ഞാൻ ഡോട്ട്സ് ഫിൽ ചെയ്യണം കേട്ടോ. യെസ്, ക്ലിയർ? യെസ് ഓർ നോ? സോ ഈസി ആണോ അതോ ഡിഫിക്കൾട്ട് ആണോ? ഇസ് ഇറ്റ് ഈസി ഓർ ഡിഫിക്കൾട്ട്? പെട്ടെന്നൊന്ന് പറഞ്ഞാൽ, ഇസ് ഇറ്റ് ഈസി ഓർ ഡിഫിക്കൾട്ട്? ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് സോ ഇവിടെ നമുക്ക് റുബിസ്കോ ഇല്ല അല്ലേ? ഇവിടെ റുബിസ്കോ ഇല്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് അടിക്കുന്നത്, കാരണം ഈ സെൽസ് ആണ് മേലെ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റുബിസ്കോ അവിടെ ഇല്ല. സോ ഇത് ഓക്സിജനൈസ് ആയിട്ട് കൺവേർട്ടും ആകത്തില്ല. പക്ഷേ റുബിസ്കോ എവിടെയുള്ളത്? റുബിസ്കോ ഇവിടെ ഉണ്ട് അല്ലേ? റുബിസ്കോ ഇസ് പ്രസൻറ്റ് ഹിയർ. സോ ദിസ് റുബിസ്കോ, this will go through
C3 cycle. Happily C3 cycle on no photorespiration will happen. Okay, no photorespiration will happen. Are you clear on this? Yes or no? പെട്ടെന്നൊന്ന് പറഞ്ഞേ എല്ലാവരും. യെസ്, ഓക്കെ, ഗ്രേറ്റ്. സോ നോ ഫോട്ടോ റെസ്പിറേഷൻ വിൽ ഹാപ്പൻ. ഇതാണ് നമ്മുടെ C4 സൈക്കിളിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. എന്താ സ്പെഷ്യാലിറ്റി? ഈ മീസോഫിൽ സെൽസ് മേലെയും ഈ ബണ്ടിൽ ഷീറ്റ് താരെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ നടക്കത്തില്ല. റുബിസ്കോ മീസോഫിൽ സെൽസിൽ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റുബിസ്കോ ഓക്സിജനേസ് ആയിട്ട് കൺവേർട്ട് ആവത്തില്ല. പക്ഷേ C3 സൈക്കിളിൽ ഏറ്റവും നടക്കുന്ന ഒരു വലിയ ലൈക്ക് കോമൺ പ്രോബ്ലം ആണ് ഈ മീസോഫിൽ സെൽസ് ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ വെരി സൂൺ സംഭവിക്കും. ബിക്കോസ് ഓഫ് ദാറ്റ് ലാക്ക് ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. താങ്ക് യു കൗസ്തുബ. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ? ഇസ് ദിസ് ക്ലിയർ? വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കാനില്ല. ജസ്റ്റ് എൻസൈംസിൻ്റെ നെയിംസ് ഓർക്കുക. Okay, and try to connect your C3 with C4 cycle and understand what is getting replaced, what is happening. Okay, what is happening, all that you have to remember, think. Okay, clear? Yes, all of you. എല്ലാവരും ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. ക്ലിയർ ആണോ അല്ലേന്ന്? Is it clear or not? Okay, it's clear? Yes, great. Okay, students, പിന്നെ photorespiration അത്രയും മാത്രമേ ഉള്ളൂ. Then you have some factors that affect photosynthesis. So understand that when you talk about say factors, when we talk about factors, നമ്മുടെ temperature ഒരു very common factor ആണ്. Temperature ഒരു common factor ആണ്. അതേപോലെ ഈ ടെമ്പറേച്ചറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, സി ടെമ്പറേച്ചർ ഇഫ് ഇറ്റ് ഇസ് മോർ അല്ലെ ഇഫ് ഇറ്റ് ഇസ് മോർ ഇറ്റ് ഇസ് സേ ഷോർട്ട് ഡേ പ്ലാന്റ്. ഓക്കെ, ഷോർട്ട് ഡേ പ്ലാന്റ് എന്ന് വെച്ചാൽ കുറച്ച് നേരം ഷോർട്ട് ഡേ പ്ലാന്റിന് അധികം ഫോട്ടോ പീരിയോഡ്സ് എന്ന് വെച്ചാൽ സൺലൈറ്റ് അധികം അടിക്കുന്നത് പറ്റത്തില്ല അല്ലേ. പക്ഷേ ലോങ് ഡേ പ്ലാന്റ് ആണെങ്കിൽ കറക്റ്റ് സൺലൈറ്റ് ആ പീക്കിലെത്തുമ്പോഴാണ് അവർ ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ ഇഫ് ടെമ്പറേച്ചർ ഇസ് ടു ഹൈ? ഇഫ് ടെമ്പറേച്ചർ ഇസ് ടു ഹൈ, chloroplast, okay, chloroplast, your chlorophyll pigments ellam will undergo photo oxidation. Will undergo photo oxidation. Okay, ee chloroplast degenerate or get damage. Okay, very bad damage ആയി ഈ ക്ലോറോഫിൽ മുന്നോട്ട് പ്രോസസ്സ് നടക്കത്തില്ല കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വെരി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതേപോലെ ടെമ്പറേച്ചർ നമ്മൾ ഇപ്പോൾ പഠിച്ചത് ദ റുബിസ്കോ ഗെറ്റിംഗ് കൺവേർട്ടഡ് ടു ഓക്സിജനേസ്. ഇത് നടക്കുന്നത് ഈ ഹൈ ടെമ്പറേച്ചറിലാണ്. സോ അതുകൊണ്ട് തന്നെ യുവർ ടെമ്പറേച്ചർ ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, സോ നിങ്ങൾ ടെമ്പറേച്ചറെ പറ്റി പഠിക്കുമ്പോൾ ഈ പോയിൻറ്റ്സ് മറക്കാതിരിക്കുക. ടെമ്പറേച്ചർ കൂടുതലായ നിങ്ങളുടെ ക്ലോറോഫിൽ എ പിഗ്മെൻറ്റ്സ് അബ്സോർവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ആക്സസറി പിഗ്മെൻറ്റ്സും കൂടെ അബ്സോർവ് ചെയ്ത് നമുക്ക് ഫോട്ടോ ഓക്സിഡേഷൻ നടക്കും. സോ ഫോട്ടോ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ ടെമ്പറേച്ചർ കൺട്രോളിലിരിക്കണം. അതുകൊണ്ടാണ് ഈ C4 പ്ലാന്റ്സിന് ആ ഒരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ കൊടുത്തത്. ബിക്കോസ് ദേ ആർ ഹാബിറ്റാറ്റ് ഇസ് മോർ ഓൺ ടു ദ ഡ്രൈ ട്രോപ്പിക്കൽ റീജൻസ്. അവിടെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സൺലൈറ്റ് അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. സോ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു C4 പാത്വേ അവർക്ക് സ്പെഷ്യലായിട്ടൊരു ദാറ്റ് തിങ് ഇസ് ഡൺ. സോ നമുക്ക് പഠിക്കുമ്പോൾ യു ഹാവ് ടു know this much. You have to say C3 and C4. Okay, C3 and C4 നിങ്ങൾ ഓർക്കേണ്ട കുറച്ച് കാര്യം, RUBP ആണ് ഇവിടുത്തെ ഫസ്റ്റ്. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ വേറെ കളർ എഴുതാം. ഓക്കെ, RUBP ആണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്കെ, ഇവിടെ ആരാ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ? PEP അല്ലേ. PEP ആണ് ഇവിടുത്തെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. ഓക്കെ, ഇവിടെ നമ്മുടെ എൻസൈം ഇസ് റുബിസ്കോ. ഹിയർ ദ എൻസൈം ഇസ് PEP carboxylase. ഓക്കെ, PEP carboxylase. ഓക്കെ, ഇവിടെ the first formed compound is a 3 carbon compound and here it is a 4 carbon compound. Okay, same thing
I think I'll write it. Since a minute. Okay, so here the first, I'll just write it neatly so ninki box noki thana padikam. Okay, I'm just writing what are the things different that we saw in C4 and C3. Okay, C4. Yes, so C3 la nammal kanda first aanu RUBP is the first carbon dioxide acceptor. Okay, ഇവിടെ PEP ആണ്. Okay, ഇവിടെ enzyme വന്നിട്ട് ഇവിടെ enzyme വന്നിട്ട് Rubisco ആണ്. ഇവിടെ enzyme വരുന്ന ആരാ? PEP carboxylase. Yes, okay. ഇവിടെ blue okay ആണോ? Yes. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഫോംഡ് കാർബൺ ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവിടെ ഫസ്റ്റ് ഫോംഡ് 4 കാർബൺ ആണ്. ഈ 3 കാർബൺ കോമ്പൗണ്ട് എന്താ? PGA. Okay, 4 കാർബൺ കോമ്പൗണ്ട് is your OAA, then forming malic acid. Okay, പിന്നെ ഇവിടെ മീസോഫിൽ സെൽസിലാണ് റുബിസ്കോ പ്രസന്റ്. സോ മീസോഫിൽ സെൽസ് ആണ് റുബിസ്കോ പ്രസന്റ്. ഓക്കെ, ഇവിടെ മീസോഫിൽ സെൽസിൽ റുബിസ്കോ ആബ്സെന്റ് ആണ്. Okay, Rubisco is absent. Okay, clear? So these are the differences. അതുകൂടാതെ here we have more modifications. Leaf anatomy ഇവിടെ completely different ആണ്. Crans anatomy ആണ്. ഇവിടെ നമുക്ക് അതൊന്നും കാണുന്നില്ല. Okay, so this is important and these are the major differences. Okay, major differences ഇതൊക്കെ തന്നെയാണ്. Okay, yes. So students, so നമ്മൾ ഇന്ന് C3 പഠിച്ചു, C4 cycle പഠിച്ചു, differences പഠിച്ചു, അവരുടെ മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാട്ട് ആർ ദ സം ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്, ഇതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചു കേട്ടോ. സോ അതോടെ നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്ററിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അല്ലാതെ വേറെ ഒന്നുമില്ല. വി ഹാവ് കവേർഡ് എവറിത്തിങ്. സോ ഇതിൻ്റെ MCQs നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. ഡെഫിനറ്റ്ലി ഐ കം അപ്പ് വിത്ത് ദ MCQs. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ MCQs ആയിട്ട് ഞാൻ നാളെ 4 മണിക്ക് സ്പെഷ്യൽ ക്ലാസ്സിലുണ്ടാവും. സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കല്ല. ഇപ്പോൾ തന്നെ ആപ്പ് ലേണേഴ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, ഒരു OTP വരും, ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെർച്ചിൽ പോയിട്ട് ഗോപിക എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാം. ആ പ്രൊഫൈൽ ഫോളോ ചെയ്ത ഉടനെ ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, സോ മറക്കണ്ട, സ്പെഷ്യൽ ക്ലാസ്സിൽ 4 മണിക്ക് നിങ്ങൾക്ക് ലീഡേഴ്സ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പോളിടും. പോളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ഫസ്റ്റ് വരാം. സോ അങ്ങനെ ലീഡർ ബോർഡിൽ കുറേ വട്ടം ഫസ്റ്റ് വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് പോയിൻറ്റ്സ് ആൻഡ് അതർ തിങ്സ്. ഓക്കെ, സോ അതുകൊണ്ട് മറക്കാതെ ജോയിൻ ചെയ്യണം. സ്പെഷ്യൽ ക്ലാസ് നാളെ 4 മണിക്ക്. എനി ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ കൂടെ പറയുന്നതായിരിക്കും. അതുവരെ ഒരു ചേഞ്ചസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് റിയലി ഹെൽപ്ഫുൾ ആൻഡ് ഇഫ് യു ലൈക്ക് ദ സെഷൻ ഡു നോട്ട് ഫർഗെറ്റ് ടു കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, മറക്കണ്ട, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, യെസ്, എല്ലാ ക്ലാസ്സും എടുക്കും. എല്ലാ ക്ലാസ്സും എടുക്കും. ഞാൻ ഓൾമോസ്റ്റ് ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി സ്പെഷ്യൽ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അഭിജിത്ത്, യു ക്യാൻ ഗോ ചെക്ക് ഓൺ സ്പെഷ്യൽ ക്ലാസ്. ഓക്കെ, ഞാൻ പറ്റുന്ന അത്രയും ചാപ്റ്റേഴ്സ് ഇവിടെ എടുക്കും. അപ്പോൾ എനിക്ക് പറ്റത്തില്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ്സിലും കൂടെ എടുക്കും. അപ്പോൾ രണ്ട് മീഡിയത്തിലും കൂടെ നമ്മൾ കവർ ചെയ്യാം കേട്ടോ. ക്ലിയർ? യെസ്. ഓക്കെ, സോ എല്ലാവരും കാണാം. ടേക്ക് കെയർ, നന്നായിട്ടിരിക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ഞാൻ പെട്ടെന്ന് അടുത്ത സെഷനായിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. മോർഫോളജി ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, മോസ്റ്റ്ലി ഓൺ ട്യൂസ്ഡേ ഓർ വെനസ്ഡേ. അതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കിട്ടും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് സ്റ്റുഡൻസ് ഫോർ ജോയിനിങ്. സി യു ഓൾ. ടേക്ക് കെയർ. സുഖമായിട്ടിരിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, സ്ട്രെസ് ചെയ്യാതിരിക്കുക, മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. എപ്പോഴും ഓൾ ദി ടൈം തിങ്ക് അബൌട്ട് വൈ യു സ്റ്റാർട്ടഡ്. ഓക്കെ, സോ സി യു ഓൾ. ബൈ.